നമുക്ക് ഡൗട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കേ, ഈ ക്വസ്റ്റിനകത്ത് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു? 0.2% ഫസ്റ്റ് കൂടുന്നു, 0.4% പിന്നെ കുറയുന്നു, ഡിസീസ് കാരണം 0.4 പിന്നെയും കുറയുന്നു. ആദ്യം 2 വട്ടം ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഒരു വട്ടം 0.4 കുറയുന്നു. പോപ്പുലേഷൻ 3 വർഷം കഴിഞ്ഞുള്ള വേണം. ഇനിഷ്യലി 2000 ആണ്. അപ്പോൾ ഇത് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യും. അപ്പോൾ 2000 എന്നുള്ളത് 0.2%. 2000-ൻ്റെ 10% 200 ആണ്, 2000-ൻ്റെ 1% 20 ആണ്, 2000-ൻ്റെ 0.1% 2 ആണ്. അപ്പോൾ 2 × 0.1 × 2 ആണ് 0.2. അപ്പോൾ 4 ആണ്. 0.2% എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 കൂടുന്നു. അത് മനസ്സിലാക്കുക. അത് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസ് ഇതിൻ്റെ കൂടെ പിൻ ചെയ്തേക്കാം. അപ്പോൾ 2004 നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ, ഇത് 0.4 ഇൻക്രീസ് ചെയ്യുന്നു, 0.4 ഡിക്രീസ് ചെയ്യുന്നു. ഒരു സാധനം X% കൂടി X% കുറഞ്ഞാൽ X²/100% ആണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഡിക്രീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2004 കുറവായിരിക്കും. അപ്പോൾ ഇതല്ല 2004 കുറവുള്ളത് ഇതുമല്ല. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. എങ്ങനെയുള്ളത്? 2004 കുറവുള്ളത്. എന്തായാലും ഒരു കൺസെപ്റ്റാണത്. അതായത് ഒരു സാധനം X% ഇൻക്രീസ് ചെയ്യുന്നു, അതേ സാധനം തന്നെ വീണ്ടും സക്സസീവായിട്ട് X% ഡിക്രീസ് ചെയ്താൽ ഓവറോൾ എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ X²/100% ആയിരിക്കും. ഇതൊക്കെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ 11 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ X²/100 കുറവായിരിക്കും. എന്തായാലും ആൻസർ 2004 കുറവാണ്. അങ്ങനെയുള്ള ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. എത്ര സെക്കൻഡ് ഉണ്ട്? ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ല ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി 2004-ൻ്റെ 0.4 ഈ ഒരു കൺസെപ്റ്റ് അറിയില്ല എന്ന് വെച്ചോ നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ 0.4 പിന്നെയും കൂടി. 0.4 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് 2 ആണ്. 0.1 എന്ന് പറഞ്ഞാൽ അത് × 4, അതായത് 8 സംതിങ്, അതായത് 2012 ആവും. പിന്നെ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് ഇതിൻ്റെ 0.4 കുറയും. 0.4 എന്ന് പറഞ്ഞാൽ 2 ഇത് × 4, അപ്പോൾ ഏകദേശം 8 തന്നെ പിന്നെയും കുറയും. അപ്പം നമ്മുടെ ആൻസർ ഏകദേശം 2004-ൻ്റെ അടുത്ത് തന്നെ വരത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഈ ഒരു കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ഈ ക്വസ്റ്റൻ എന്താണ് 10 സെക്കൻഡ് പോലും വേണ്ടാത്ത ഒരു ക്വസ്റ്റനാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് മാത്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പിൽ ചാനൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഉണ്ട് കംപ്ലീറ്റ് മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ, അത് പഠിക്കാം. ക്ലാസ്സുകളെല്ലാം കണ്ട് തീർക്കാം.